താൻ അമ്മയെ കൊണ്ട് വിടും. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി തൂക്കി. പഴയ വ്ളോഗുകളിൽ നമ്മൾ പലതും പറയും. ആ പഴയ വ്ളോഗുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പങ്കുവച്ചിട്ടുള്ള ആശയങ്ങളും മാറരുത്. ചിലപ്പം ആ ആശയങ്ങൾ മാറുമ്പോഴായിരിക്കും നമ്മൾ പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ്സ് മാറ്റി പറയുന്ന ആൾക്കാരെന്നോ അല്ലെങ്കിൽ അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന ആൾക്കാരോ എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് കൃഷ്ണകുമാറിന്റെ നടുക്കഷ്ടമായിട്ടുള്ള ദിയ കൃഷ്ണ ആസിഡ് ടോക്സിലൂടെ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ സിന്ധു അമ്മ അല്ലാതെ വേറെ റോഡിൽ കാണുന്ന ആരെയും എന്നെ കൊണ്ട് അമ്മ എന്ന് വിളിക്കാനായിട്ട് കഴിയത്തില്ല. എൻ്റെ അച്ഛൻ കൃഷ്ണകുമാറിനെ അല്ലാതെ റോഡിൽ കാണുന്ന ആരെയും എനിക്ക് അച്ഛ എന്ന് വിളിക്കാനായിട്ട് കഴിയത്തില്ല. ഈവൻ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ ആണെങ്കിൽ പോലും അതിനെ ഞാൻ വിളിക്കുന്നത് ഭർത്താവിൻ്റെ അച്ഛ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര് അശ്വിൻ എന്നാണ്. സോ അശ്വിൻ്റെ അച്ഛ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പൊ അമ്മയാണെങ്കിൽ എങ്ങനെ വിളിക്കും? ഭർത്താവിൻ്റെ അമ്മേ, അല്ല എന്നുണ്ടെങ്കിൽ അശ്വിൻ്റെ അമ്മേ. എന്നാൽ പഴയ വ്ളോഗുകളിൽ, അതായത് പുള്ളിക്കാരി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ അശ്വിന്റെ അമ്മ കാണാനായിട്ട് വന്നപ്പോഴത്തേക്കിന് അശ്വിന്റെ അമ്മയെ അഭിസംബോധന ചെയ്യുന്നതായിട്ടുള്ള വ്ളോഗുകളിൽ കണ്ടിട്ടുണ്ട്. ആ വിളി കേട്ടിട്ട് അശ്വിന്റെ അമ്മ തിരിഞ്ഞു നോക്കുന്നുമുണ്ട്, അശ്വിന്റെ അമ്മ അതിനൊത്ത് ചിരിക്കുന്നുമുണ്ട്. അശ്വിന്റെ അമ്മയെ അങ്ങോട്ട് വിളിക്കുന്നതും ആ വ്ളോഗിനകത്ത് വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമന്റ് വ്യക്തമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്താവൂ. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ളതെല്ലാം വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഹൈപ്പും കൊടുത്തിരിക്കണം. ആദ്യമേ തന്നെ ഈ പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ആയി എന്നുള്ളൊരു കാര്യം, എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മനഃപൂർവ്വം ഓരോ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് ഇട്ടു കൊടുക്കും. ഈ ഒരു ടോപ്പിക്ക് വരുന്നതിന് 2 ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു ഞാൻ പണ്ടൊരു ചരക്കായിരുന്നു. അപ്പൊ കാണുന്ന ആൾക്കാർക്കെല്ലാം വാവ് നീ ഒരു ചരക്കല്ല അങ്ങനെ പറയണമായിരിക്കും. അപ്പൊ അതൊരു കോൺട്രവേഴ്സിയിലേക്ക് വരുമല്ലോ. നിരവധി ആൾക്കാർ എടുത്തു വെച്ച് വീഡിയോ ചെയ്തായിരുന്നു. പണ്ടേ എനിക്ക് ചരക്ക് എടുത്തു വെച്ച് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് തൊട്ടതുമില്ല. പക്ഷേ ഈ അമ്മ വിഷയത്തിലേക്ക് വന്നപ്പോഴത്തേക്കും അത് നമുക്കൊന്ന് കൈ കൊടുത്താൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ. അങ്ങനെ ഒന്ന് കൈ കൊടുത്തി. ആദ്യം ഈ പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കണ്ടിട്ട് പഴയ തൂക്കിയ വീഡിയോയിലേക്ക് പോകാം. പിന്നെ കുറെ പേര് അഫ്കോഴ്സ് ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നേ? അമ്മ അതെ, എന്തിനാണ് അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത്? കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് പോവുകയോ? ഓ ശരിയാ, ഇത് കല്യാണം കഴിച്ച ആ വീട്ടിലേക്ക് പോയില്ല, പകരം കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നല്ലോ. കപ്പം കൊടുത്ത് വാങ്ങിച്ചതായോണ്ടായിരിക്കാം ചിലപ്പോൾ അമ്മ എന്ന് വിളിക്കാനായിട്ട് തോന്നാത്തത്. അല്ലാതെ നോർമലി പോകുന്നവരെല്ലാം ഭർത്താവിന്റെ അമ്മയെ അമ്മ എന്നും ഭർത്താവിന്റെ അച്ഛനെ അച്ഛ എന്നും തന്നെയാണ്. അല്ലാതെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നിട്ട് ഇപ്പൊ ഭർത്താവിന്റെ പേര് ബിച്ചു എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ബിച്ചുവിന്റെ അച്ഛ എനിക്കൊരു പരിപ്പുട മേടിച്ചോണ്ട് വരുമോ, ബിച്ചുവിന്റെ അമ്മേ ഇന്ന് എന്തെങ്കിലും വാങ്ങിച്ചായിരുന്നോ, അങ്ങനെ ആയിരിക്കുമോ ചോദിക്കുന്നത്? വളരെ ക്ലീശയാവത്തില്ലേ? ക്ലീശയിലുപരി എന്തുമായിരിക്കും? പുച്ഛമല്ലേ കാണിക്കുന്നത്? പുച്ഛമല്ലേ കാണിക്കുന്നത്? അതെ, പൊതുവെ ഈ 3-4 പേർക്കും അഹാന ഒഴികെ ഒരു പുച്ഛഭാവമാണ് പല കാര്യങ്ങളോട് സമീപിക്കുന്നത് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. പല കാര്യങ്ങളോടുള്ള സംസാര ഭാഷകൾ കാണുമ്പോഴും പുച്ഛം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവരെ ഭയങ്കരമായിട്ട് വിലമതിക്കുന്നു, അവരെ ഭയങ്കരമായിട്ട് പ്രൗഡ് കാണുന്നു എന്നും പറഞ്ഞ് കാണണം. അത് നല്ല കാര്യമാണ്. അങ്ങനെ കാണുന്നു എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ താഴെത്തട്ട് നിൽക്കുന്ന ആൾക്കാരോ നിങ്ങളുടെ സമാനമായിട്ട് നിൽക്കുന്ന മറ്റാൾക്കാർക്കോ ഒരു വിലയുമില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിൽ പെരുമാറുന്നത് ബുദ്ധിശൂന്യമായ പരിപാടിയല്ലേ, അതോ വിവരശൂന്യമായ പരിപാടിയാണോ? നിങ്ങൾ തന്നെ തീരുമാനിച്ച് പറയുക എന്താണ് ഇതിനകത്ത് നിങ്ങൾക്ക് ശൂന്യമായിട്ടുള്ളതെന്നൊരു കാര്യം. ബാക്കി അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഈസ് സോ ഹാപ്പി. അത് വളരെ ഹാപ്പി ഉള്ളൊരു കാര്യമായിരിക്കും. ആ ആന്റി ഇപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. വാവ്, എന്റെ മകന്റെ വൈഫ് എന്നെ വന്നിട്ട് ആന്റി എന്ന് വിളിക്കുന്നു. അതായത് നമ്മളുടെ മകൻ എങ്ങനെയാണ് മകന്റെ ഭാര്യ എങ്ങനെയാണ് ഭർത്താവിന്റെ അമ്മയെന്ന് വിളിക്കുന്നത്, മകൻ എന്താണ് വിളിക്കുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും. ഇപ്പൊ കല്യാണം കഴിച്ചു, ഇപ്പം ഞാൻ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മാമിയെ എന്റെ ഭാര്യ എന്തായിരിക്കും വിളിക്കുന്നത്? മാമി എന്നായിരിക്കും വിളിക്കുന്നത്. എന്റെ അമ്മയെന്ന് തന്നെ ആയിരിക്കും വിളിക്കുന്നത്. എന്റെ കുഞ്ഞമ്മ അവളെന്തായിരിക്കും വിളിക്കുന്നത്? കുഞ്ഞമ്മയെന്ന് തന്നെ അല്ലായിരിക്കും. അല്ലെങ്കിൽ ബിച്ചുവിന്റെ കുഞ്ഞമ്മേ സുഖമാണോ, അങ്ങനെയാണോ ചോദിക്കുന്നത്? അല്ല. അപ്പം എന്താണ്? ബുദ്ധിശൂന്യവും അതുവഴി വിവരശൂന്യമായിട്ടുള്ള പരിപാടികളാണ് പണക്കൊഴുപ്പിന്റെ മുകളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ?
അങ്ങനെ വിളിക്കുന്നതില്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ പെറ്റമ്മയ്ക്ക് പ്രൗഡ് മൂവ്മെന്റ്. ഷീസ് ഇപ്പൊ എഴുന്നേറ്റ് നിന്ന് മറ്റേ മേജറായിട്ട് ജയറാമേട്ടൻ വരുമ്പോഴത്തേക്കിന് ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ടൊളട്ടാ, അതേ കണക്ക് ഇപ്പൊ സിന്ധുമ്മ ഇരുന്ന കസേര എഴുന്നേറ്റ് നിന്ന് 2 സല്യൂട്ട് ദിയയുടെ പടം നോക്കിയിട്ട്. പുള്ളിക്കാരിനല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ്. എന്തോ തോന്നിവാസമല്ലേ പറയുന്നത്? വഴി കിടക്കുന്നവരെ ഒന്നും എനിക്ക് അമ്മ അച്ഛന്ന് വിളിക്കാൻ പറ്റത്തില്ല. അത് എന്താണെന്നറിയോ? ഈഗോ, എൻ്റെ അഹങ്കാരം. മീശയില്ലെന്നേ ഉള്ളു പിരിക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് കാണിക്കുന്നത് വഴി കിടക്കുന്നവരൊന്നും. അശ്വിൻ്റെ അമ്മയായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, അതും ഭർത്താവിൻ്റെ അമ്മയായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. വഴിയിൽ കിടക്കുന്നവർ. ചെറുക്ക എഴുന്നിട്ട് പോടാ നീ നിന്റെ വീട്ടിലും കാണാം. മീനാക്ഷി അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. വളരെ ആത്മാർത്ഥമായുള്ള സ്റ്റേറ്റ്മെന്റുകളാണല്ലേ ഈ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ എന്താണ് അശ്വിൻ നിങ്ങളോട് പറയേണ്ടത്? ഹേയ് ഭവതി, ഹേയ് ഭാര്യയെ, നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയായിരിക്കുമില്ലേ ചോദിക്കാനായിട്ട് പോകുന്നത്? കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റിന്നുമാണ്. പക്ഷെ അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. അത് മറ്റേ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു സിനിമകൾ അങ്കിൾ അമേരിക്കയിൽ എവിടെയായിരുന്നു, അമേരിക്കന്റെ കാനഡയിലായിരുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള എന്തോ ഒരു വികസനമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും പ്രത്യേകിച്ച് ആൾക്കാരൊന്നും അതിനകത്തെടുത്ത് വലുതായിട്ട് ചോദിക്കാൻ നിൽക്കാതെ. ചിലപ്പം കൃഷ്ണകുമാറേട്ടന് അങ്കിൾ ഒരു മറ്റേ ജഗതി വടികുത്തി വരുന്നു, എന്താ മോനെ ഒന്ന് കൂട്ടി വിളിച്ചേ, അങ്കിൾ ഒന്ന് കൂട്ടി വിളിച്ചേ, അപ്പോഴത്തേന് തങ്കോ, അപ്പോഴത്തേന് മറ്റേ സിന്ധു ആന്റി അമ്മക്കൂടെ ഒന്ന് വിളിച്ചേ, ആന്റി ആന്റി. ഒരു പ്രത്യേകതരം കുടുംബമില്ലേ? ശുക്രനിലും കണ്ട് ജീവിക്കേണ്ട കുടുംബത്തെ കൊണ്ടുവന്ന് കേരളത്തിൽ പന പോലെ വളർത്തിക്കളഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ ഉറക്കത്തിൽ ഇങ്ങനെ എണീച്ചതേ ഉള്ളൂ. ചെറിയ ഹെഡേക്ക് ഉണ്ടായിരുന്നു. അപ്പോ ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്, ഷെഫ് മീനമ്മ. വൗ, ആരാണ് വന്നിരിക്കുന്നത്? ഷെഫ് മീനമ്മ. ഷെഫ് മീന ആന്റി അല്ല, ഷെഫ് മീനമ്മ. മീനമ്മ എന്നുള്ളത് ഒരിക്കലും ഒരു പേരല്ല, മീനയാണ് പേര്. അമ്മ നമ്മൾ ആഡ് ഓൺ ചെയ്തതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അശ്വിന്റെ അമ്മയെ എങ്ങനെയാണ് വിളിക്കേണ്ടത്? ഷെഫ് അശ്വിന്റെ അമ്മ, അല്ലെങ്കിൽ ഷെഫ് മീന ആന്റി, അല്ലെങ്കിൽ ഷെഫ് മീന ആന്റി. ഇത് പോയി ദിയയുടെ കാര്യം പറഞ്ഞതോടെ വണ്ടിക്കകത്തുള്ള ഫുൾ ഇലക്ട്രോണിക് സിസ്റ്റം അടിച്ചു പോയിരിക്കുകയാണ്. ഇവർക്ക് കേന്ദ്രത്തിൽ പിടിയുള്ളതാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇവിടെ കറണ്ട് കട്ട് ഉണ്ടാവാനുള്ള കാരണം പാട്ട് കേക്കല്ല് കേട്ട് കഴിഞ്ഞാൽ വിഷയമാക്കും. കേട്ടില്ല, അങ്ങനെ വേണം. ഓക്കെ ഫൈൻ, ബാക്കി ഇവിടെ കാണാം. കഴിഞ്ഞില്ല, കഴിയണം. അതും വെറും കൈയോടെയല്ല വന്നേ, കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ കറക്റ്റായിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഡലി മുറുക്കൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. മുറുക്ക് ഞാൻ കുറേ ചോദിച്ചു, അങ്ങനെ കിട്ടി. എനിക്ക് മുറുക്ക് കഴിക്കാൻ കൊതിയായിട്ട് വയ്യായിരുന്നു. അശ്വിൻ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കൂ പ്ലീസ്. എന്തെല്ലാം ഉണ്ടെന്ന് പറ. പാവ അശ്വിൻ, കഷ്ടം. ഒരു വീഡിയോ പിടിക്കാനായിട്ടുള്ള ഒരു ജിമ്പലായി പോയല്ലോ ചെറുക്കൻ. പോട്ടറ, കുഴപ്പമില്ല. അപ്പം അശ്വിന്റെ അമ്മ അഥവാ അശ്വിന്റെ അമ്മ ആന്റി, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിശ്വസിപ്പിക്കാം. അല്ലെങ്കിൽ മീന ആന്റി, അങ്ങനെയും വിശ്വസിപ്പിക്കാം. ആ ആന്റിയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കണ്ടുവരാം. എന്റെ അച്ഛൻ മീനമ്മയ്ക്കായിട്ട് കൊടുത്തു വിട്ടിരുന്ന ഡ്രൈ ഫിഗ്. വൗ, എന്റെ അച്ഛൻ, അതായത് അശ്വിന്റെ അങ്കിൾ, അശ്വിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്കിൾ കൊടുത്തു വിട്ട സാധനമാണ്. ആർക്ക്? മീന അമ്മ. അമ്മ എന്ന് വിളിക്കുമ്പോൾ ഞാൻ മെന്റൽ ആണോ എന്ന് ചോദിക്കേണ്ടതെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കേട്ടോ. ഡേറ്റ്സ്, ആൽമണ്ട്സ് ഒക്കെ ഉണ്ട്. അച്ഛൻ ദുബായി പോയിട്ട് കൊണ്ടുവന്നു. അപ്പൊ അതിനെ വീട്ടിൽ പാത്രത്തിലിട്ട് വെച്ചിരുന്നു. അപ്പൊ എന്റെ അടുത്ത് അങ്ങനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ചോക്ലേറ്റ്സ് ഞാനോ അശ്വിനോ വീരമ്മ, അശ്വിന്റെ അച്ഛൻ ആരും കഴിക്കാറില്ല വലുതായിട്ട്. അതുകൊണ്ട് അത് വെച്ചില്ല. ഞാൻ തന്നെയാണ് അത് വേണ്ടാന്ന് പറഞ്ഞത്. കാരണം അത് വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ ഇത് മൊത്തം നമുക്കൊന്ന് കവറിലാക്കി വീരമ്മയ്ക്ക് കൊടുക്കാം. ഇത് അച്ഛൻ തരാൻ പറഞ്ഞത്. ഫിഗ്, ഡേറ്റ്സ്, ബദാം. അച്ഛൻ ദുബായി എന്ന് പറഞ്ഞു. അതാ പാത്രത്തിൽ വെച്ച് തന്നെയാ തന്നെ. നേരെ മറ്റേ കവർന്നൊക്കെ പൊട്ടിച്ചു. ആരാണ് ബദാമൊക്കെ കൈപിടിച്ചോണ്ടിരിക്കുന്നത്?
അശ്വിന്റെ അമ്മ ആന്റി. മനസ്സിലായല്ലോ അല്ലേ? അശ്വിന്റെ അമ്മ ആന്റി. ഇപ്പം മീന അമ്മ അല്ല, മുമ്പ് മീന അമ്മ, ഇപ്പം അശ്വിന്റെ അമ്മ ആന്റി. ഇങ്ങനെ വെച്ചിരുന്നു. ചിക്കു ഫ്രിഡ്ജിൽ വെച്ചു, വെളി വെച്ചാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ. സോ അശ്വിൻ വർക്കൊക്കെ ആയിട്ട് ഇതേ കണ്ടിന്യൂ ആയി. മീനമ്മ ഇറങ്ങാറായി. വാവ്, ആരിറങ്ങാറായി? മീനമ്മ. മീനമ്മ ഇറങ്ങാറായി. ചെന്നൈ എക്സ്പ്രസ് സിനിമയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ജീവനുള്ള ഒരു മീനമ്മയെ കാണുന്നത്. എന്റെ വീട് കൊല്ലമായതുകൊണ്ട് തീരദേശം അടുത്തായതുകൊണ്ട് മീൻ കാണാറുണ്ട്, പക്ഷെ മീനമ്മയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ അവിടെ ക്ലേശ ഡയലോഗ് ആയി പോയില്ലേ? ഐ എം റിയലി സോറി. കട്ട് ചെയ്യത്തില്ല, നിങ്ങൾ കേട്ടേ പറ്റൂ. ഇത് കുറച്ച് ഇനി അച്ഛന് കൊണ്ട് കൊടുക്കണം മുറുക്ക്. ബാക്കി ഞാനും കഴിച്ചു തീർക്കും. എന്നിട്ട് അതിന്റെ റെസിപ്പി നമുക്ക് കൊണ്ടുവരാം അല്ലേ സൂൺ. താൻ അമ്മയെ കൊണ്ട് താൻ അമ്മയെ കൊണ്ട് മേളിക്കൊണ്ടുവിടണം. അതായത് മുമ്പ് അല്ലെങ്കിൽ ഇപ്പം പ്രസന്റ് സിറ്റുവേഷനിലുള്ള ആന്റി, വൺസ് അപ്പോൺ എ ടൈം ഷീസ് എ മദർ, ദെൻ ബിക്കം ഷീസ് ആന്റി. വാവ്, വാട്ട് എ സർപ്രൈസ്. ആന്റി ഷീ ഈസ് വെരി വെരി ഹാപ്പി. വാട്ട് എന്തോ വിളിക്കുന്ന അത്ര വിടും. ഇറക്കം വരാൻ അവന്റെ സ്കൂട്ടർ മേളിൽ പാർക്ക് ചെയ്ത് തന്റെ സ്കൂട്ടർ മേളിൽ കൊണ്ട് വിടും. ഓക്കേ, അപ്പൊ ടാറ്റ. വ്ളോഗിന് ടാറ്റ പറഞ്ഞു. എന്തായാലും ഇപ്പൊ ഇറങ്ങുമല്ലോ കുറച്ച് കഴിയുമ്പോ. ടാറ്റ. ഞാൻ എന്തായാലും ചുമ്മാ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ ഇപ്പൊ ഒരു ടാബ് മേടിച്ചിട്ടുണ്ട്. ആ ടാബിനകത്ത് മറ്റേ അയ്യോ, അവിടെ സത്യം പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ട് അവിടെ ഇരിക്കുന്നേ നല്ലത്. ഇവരുടെ ഒരു ഫാമിലി എന്താണെന്ന് ഇത്രയും നാളത്തെ റിയാക്ഷൻ വീഡിയോയുടെ ഒരു വീക്ഷണ കോണകത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇയർലി ഒരു 2 ഡിജിറ്റ്സ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് 10ന് മുകളിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതാണ് ഇവര് ലൈം ലൈറ്റിൽ ഇവര് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്. മെയിൻലി ഇവർ ഓൾറെഡി റീച്ചുള്ള ആൾക്കാരാണ്. എന്നിരുന്നാൽ പോലും ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് മറ്റൊരുപാട് അനവധി ചാനലുകളിലും പല രീതിയിലുള്ള സംഭവങ്ങളായിട്ട് വരും. ഇലക്ഷൻ സമയമാകുമ്പോഴത്തേന് കൃഷ്ണകുമാരേട്ടൻ വരും. അങ്ങനെ ഫാമിലി ഫുള്ള് വൈറലടേ. എന്തൊരു കുടുംബം ഇത്. നല്ല കുടുംബം കേട്ടോ. ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ അച്ഛനൊക്കെ ഇങ്ങനെ ഇറങ്ങി, അമ്മയൊക്കെ ഇങ്ങനെ ഇറങ്ങി, അനിയനൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളും വൈറൽ കുടുംബം. ഇതിപ്പോൾ നമുക്ക് കണ്ട് അസൂയപ്പെടാനല്ലേ പറ്റൂ. എന്തോ കുടുംബോടാ ഇത്. കൊള്ളാം. എന്തായാലും നൈസായിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയാനായിട്ട് ശ്രമിക്കുക, പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്ളോഗായിട്ട് നിങ്ങൾ തന്നെ സേവ് ചെയ്ത് പൈസ മേടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ആൾക്കാർ വീണ്ടും വീണ്ടും കുത്തി എടുത്തോണ്ട് വരും. ഇനിയിപ്പോൾ അശ്വിൻ്റെ അമ്മയെന്നോ മീനമ്മയെന്നോ മീൻ ആൻറ്റി എന്നോ മീൻ കൊണ്ടുവരുന്ന ചേച്ചി എന്നോ എങ്ങനെ വേണേലും വിളിച്ചേക്കുക. പറയുന്ന കാര്യങ്ങൾ മാക്സിമം ഇനിയെങ്കിലും ഒന്ന് മാറ്റി പറയാതെ വിവാദങ്ങളിലേക്ക് കയറാൻ കുഴപ്പമില്ല. മാറ്റി പറയാത്ത രീതിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചാൽ വളരെ ഉപകാരമായിരിക്കും.